എന്തായാലേ നീറ്റ് 2026 ക്യാൻസൽ ചെയ്തു, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. റീനീറ്റ് ആണ് ഒരു സൊല്യൂഷൻ. ഒരു മാസീവായിട്ടുള്ളൊരു പേപ്പർ ലീക്ക് കാരണമാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. രാജസ്ഥാനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. NTA എത്ര പെട്ടെന്ന് ആക്ഷൻ എടുത്തു, NTA-യും ഗവൺമെൻറ്റും സംയുക്തമായിട്ട് എടുത്തിട്ടുള്ളതാണ്. സിമിലർ ഒരു സിറ്റുവേഷൻ എൻ്റെ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് 2015 APMT മെയ് 3 നടന്നു. അത് പേപ്പർ ലീക്ക് കാരണം അത് ക്യാൻസൽ ചെയ്തിട്ട് ആയിട്ട് എക്സാം വെച്ചു. അത് ഏകദേശം ജൂലൈ 25 നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് പല ഇമോഷൻസിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നുണ്ടാവും. കുട്ടികളും പാരൻസും ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആൾക്കാരും ടീച്ചേഴ്സ് എല്ലാവരും. ഇതിൽ ചർച്ച ചെയ്യാനോ ബ്ലെയിം ചെയ്യാനോ സിസ്റ്റത്തിനെ പറയാനൊക്കെ നല്ല അവസരമുണ്ട്. ആ സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ആസ് എ സ്റ്റുഡൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മളതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ചെയ്യാൻ പത്രക്കാരും മീഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ചെയ്യേണ്ടത് പോവുക, NCERT എടുക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒരു 2 വീക്സിൻ്റെ ഒരു ബ്രേക്ക് വന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങൾ പ്രോപ്പർലി ട്രെയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വൃത്തിക്ക് ഹാൻഡിൽ ചെയ്യണം. നിങ്ങളുടെ ആ ഒരു MCQ സോൾവിങ് സ്കില്ല് എവിടെയും പോയിട്ടില്ല. ജസ്റ്റ് ചെറിയൊരു ബ്രേക്ക് വന്നു, മേ ബി ചെറിയ രീതിയിലൊരു മറവി സംഭവിച്ചെന്ന് മാത്രം. നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാം എഴുതിയ ആൾക്കാരാണ് ഈ കേൾക്കുന്ന ആൾക്കാരൊക്കെ. നല്ല പ്രതീക്ഷ വെച്ച ആൾക്കാരായിക്കാരം. ഡിസപ്പോയിൻറ്റിങ് തന്നെയാണ്, അതിലിപ്പോൾ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. സമാധാനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ സമയത്ത് അങ്ങനത്തെ ഒരു വേർഡല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനി എങ്ങനെ എൻ്റെ ട്രെയിനിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചില ഓപ്പർച്യൂണിറ്റി അൺഫോർച്യുനേറ്റ്ലി മിസ്സായിപ്പോയ ആൾക്കാർക്കും പുതിയ ഓപ്പർച്യൂണിറ്റീസും ഈ ഒരു എക്സാമോട് കൂടി തുറക്കാൻ പറ്റുന്നുണ്ടാവും. എക്സാം ഏത് ലെവലിലും ആവാം. ഇനി വരാൻ പോകുന്നത് ഡേറ്റും ഒന്നും അറിയില്ല. എന്തായാലും മിനിമം 1 മന്ത് എന്തായാലും ഈ ഒരു അറേഞ്ച്മെൻറ്റിനൊക്കെ സമയം എടുക്കുന്നുണ്ടാവും. സോ പ്രിപ്പയർ വെൽ. വേറെ ഒന്നിനെയും കുറിച്ച് ആലോചിക്കേണ്ട, ടെൻഷൻ ആവേണ്ട. ഈ ഒരു സിറ്റുവേഷൻ വന്നു, അത് ഹാൻഡിൽ ചെയ്യുക. ബിക്കോസ് യു പീപ്പിൾ ഓൾ ആർ ട്രെയിൻഡ്. നിങ്ങൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത ആൾക്കാരാണ്. അപ്പം എല്ലാ ആൾക്കാർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് വീണ്ടും പറയുകയാണ്. നിങ്ങളുടെ ഇനി വരാൻ പോകുന്ന ആ ഒരു എക്സാം നിങ്ങൾ ഇതുവരെ ചെയ്ത ഏറ്റവും ബെസ്റ്റ് എക്സാമായിട്ട് മാറാനുള്ള ട്രെയിനിങ് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ബൈ.